Hello guys, welcome back again Habeebvlogs. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ്റെ സ്പോക്കറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കൊന്ന് കാണിക്കാം. എൻ്റെ വണ്ടിയുടെ സ്പോക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 15,000 മുകളിൽ ഓടിയിട്ടുണ്ട്. അപ്പത്തിനും സ്പോക്കറ്റ് പോയി നല്ല സൗണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാനിന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ പോക്കിലുകളാണ് നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ചെയ്യാൻ പോണ ചെയിൻ എന്ന് പറഞ്ഞാൽ റോളോണിൻ്റെ ബ്രാസ് എന്ന് പറയുന്ന ഗോൾഡൻ ചെയിൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ വണ്ടിക്ക് കയറ്റാൻ പോണത്. ഇപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഞാൻ തൃശ്ശൂരിലോട്ടാണ് പോകുന്നത്. തൃശ്ശൂർ ബാൻഡേഡ് ഹൗസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി സാധനം ഞാനവിടെ വിളിച്ച് പറഞ്ഞ് ക്ലിയറാക്കി സാധനം അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളവിടെ നേരെ പോയിട്ട് സാധനം ഇന്ന് ഇതിൽ ഫിറ്റ് ചെയ്യും. അതാണ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നല്ലേ നമുക്ക് നേരെ വീട്ടിലോട്ട്. അപ്പോൾ നമ്മളിവിടെ ബാൻഡേഡ് ഹൗസിലെത്തി. ബാൻഡേഡ് ഹൗസിൽ ഇപ്പോൾ നമ്മൾ വണ്ടി ഗാരേജിൽ അവർ കയറ്റിയിട്ടുണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഈ ഒരു ബ്രാസിൻ്റെ ചെയിൻ ചൂസ് ചെയ്യാനുള്ള കാരണം മെയിനായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ സ്പോക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടണില്ല. അതേപോലെ തന്നെ 300 കിലോമീറ്റർ കൂടുമ്പോൾ തന്നെ അത് നമുക്ക് ലൂബിങ്ങും ടൈറ്റിങ്ങും മെയിനാണ്. അപ്പോൾ ബ്രാസിൻ്റെ ആകുമ്പോൾ നമുക്കത് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. കാരണം 500 കിലോമീറ്ററിൽ ടൈറ്റിങ്ങും ലൂബിങ്ങും മതി നമുക്ക്. അപ്പോൾ അത്രയും ഗുണമുണ്ട് ഇതിൽ. പിന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടും. റോയൽ എൻഫീൽഡിൻ്റെ പറഞ്ഞാൽ ഒരു 15,000-16,000 വരെയൊക്കെ കിട്ടുള്ളൂ. ഇതൊരു 20ൻ്റെ ഉള്ളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഇതിന് അതൊരു സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾ ഹിമാലയൻ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ബ്രാസിൻ്റെ ചെയിൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാൻഡേഡ് ഹൗസിൽ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം സാധനം ഇവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വന്നിട്ട് സാധനം ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ഫിറ്റ് ചെയ്യും. അതിനൊരു ഫിറ്റ് ലേബർ ചാർജും ഉണ്ട്, പിന്നെ അതിൻ്റെ പ്രൈസും അത്ര തന്നെയുള്ളൂ. ബുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ എമൗണ്ട് ചിലപ്പോൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾ അവരത് ഡയറക്റ്റ് ചോദിച്ചാൽ മതി. എന്നോട് ഫുൾ എമൗണ്ട് ഞാൻ ഇട്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ സാധനം ഇവിടെ വന്നു, ഞാൻ ഇപ്പം ഇവിടെ വന്ന് സാധനം ഫിറ്റിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാൻഡേഡ് ഹൗസിലോട്ട് വരാം, ചെയ്യാം. നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പിന്നെ എൻ്റെ ഹിമാലയൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ വർക്കും ഞാൻ ബാൻഡേഡ് ഹൗസിൽ നിന്നാണ് ചെയ്തത്. ഞാൻ കഴിഞ്ഞൊരു കേരള ടു മണാലി ട്രിപ്പിൽ മൊത്തം വർക്കും ഞാൻ ബാൻഡേഡ് ഹൗസിൽ തന്നെ ചെയ്തത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഫുൾ വർക്കും ഞാൻ ഇവിടെ തന്നെ ചെയ്യാറ്. സർവീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂമിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പുറത്തിറക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിൻ്റെ ക്രാഷ് കാർഡും ആണെങ്കിലും ഇവിടെ സാധനമുണ്ട്, നോക്കാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഗോൾഡൻ ചെയിൻ ഫുള്ള് സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്താൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. മറ്റേത് ഇവിടേക്ക് ഒരു വ്യത്യാസം നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ ഭയങ്കര അട്രാക്റ്റീവാണ്. ബാക്കിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ചെയിനിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് വണ്ടി പുറത്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചെയിന്. നമ്മൾ ഈ ചെയിൻ മാറ്റിയപ്പോൾ തന്നെ വണ്ടി നല്ല രീതിക്ക് സ്മൂത്തായിട്ടുണ്ട്.
റോയൽ എൻഫീൽഡിൻ്റെ ചെയിനുകളിലും ഒന്നും കൂടി സ്മൂത്ത് ഉണ്ട് പുതിയ ചെയിന്. ഈ റൊണോൾ എന്ന് പറയുന്നതിൻ്റെ ചെയിന് പറയണത് സംഭവം നൈസാണ്. പിന്നെ പുറത്തുനിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നൈസാണ്. ഇതിൽ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ബ്രാസിൻ്റെ ചെയിന് എന്താണ് റേറ്റ് വരുന്നത് എന്നുള്ളത്. എവിടെയും അത് മെൻഷൻ ചെയ്ത് പറയണില്ല. ഇപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും കുറേ ഭാഗത്ത് അവർ സാധനം എല്ലാം കാണിക്കുന്നുണ്ട്, പക്ഷേ റേറ്റ് ആരും മെൻഷൻ ചെയ്ത് പറയണില്ല. ഇതിൻ്റെ കറക്റ്റ് റേറ്റ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, അതാണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ ഇതിൻ്റെ ഫിറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹിമാലയൻ്റെ 700ൻ്റെ ഉള്ളിലൊക്കെയാണ് ഫിറ്റിംഗ് കോസ്റ്റ് വരുന്നത്. ഇനി നിങ്ങളുടെ വണ്ടീനനുസരിച്ചിരിക്കും വ്യത്യാസം വരാൻ. 700 ആണ് ഫിറ്റിംഗ് കോസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ മാറ്റാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാൻഡ് ഡോസിൽ തന്നെ വന്ന് ചെയ്യാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കരുതിയാൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ബൈ ബൈ.